ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ അപ്പവും ഇഡ്ഡലിയും ദോശയൊന്നും അല്ല, പഴങ്കഞ്ഞിയാണ് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതേ രാത്രി തന്നെ ഞാൻ ഇന്നത്തെ ചോറ് ബാക്കി വന്നത് വെള്ളം ഒഴിച്ച് വെക്കാൻ പോവാണ്. നാളെ രാവിലെ ആകുമ്പോൾ അത് ഫെർമെൻ്റായി ഇരിക്കും. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് ചോറ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കുക. മൺകലോ അല്ലെങ്കിൽ വലിയ മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ അത്രയും വലുതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ അങ്ങ് ഇട്ട് വെക്കുകയാണ് കേട്ടോ. അതിന് കറക്റ്റ് ഒരു അളവൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു വയ്ക്കാം. നല്ല വെള്ളം കേട്ടോ, നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്ക് കഴിക്കാനുള്ളൊരു അളവിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളകും ചെറിയ ഉള്ളിയും ഒന്ന് കൂടി ചേർത്താണ് വെക്കുന്നത്. അപ്പോൾ മുളക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ സാമ്പാർ മുളകില്ലേ, തൊണ്ടൻ മുളക് എന്ന് പറയും, അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അധികം എരിവ് കാണത്തില്ല, പക്ഷെ നല്ലൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ ആ ഒരു രുചി പഴങ്കഞ്ഞിക്കും ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മുളക്, കാന്താരി മുളകോ സാധാ പച്ചമുളകോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ ഓരോ മുളകും ജസ്റ്റ് ഒന്നിങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇടുമ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ മുളക് അങ്ങ് മാറ്റിയിട്ട് കൊടുക്കാം. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാൻ കൊടുക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഇനി ഈ ചെറിയ ഉള്ളി ഒന്ന് ചതച്ചാണ് ചേർക്കുന്നത്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടാലും മതി, പക്ഷെ ചതച്ച് ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനൊരു 6-7 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഇതും കൂടി ഇട്ട് വയ്ക്കാം. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ല ഒരു പ്രത്യേക ഒരു രുചിയാണ് പഴങ്കഞ്ഞിക്ക് ഈ മുളകും ഉള്ളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ. ഇനി ഇത് അടച്ച് നമുക്ക് രാവിലെ വരെ വെക്കാം. ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇന്ന് വെച്ച മീൻകറി കുറച്ച് ബാക്കി ഇരിപ്പുണ്ട്. കുറച്ച് നെയ്മീൻ ചൂരയായിരുന്നു. അത് ഞാൻ തക്കാളിയും വാളംപുളിയൊക്കെ ചേർത്ത് കുറച്ചിങ്ങനെ ഒന്ന് മീൻ വറ്റിച്ചത് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഈ ചട്ടിയിൽ തന്നെ പുറത്ത് തന്നെ വെക്കാൻ പോവാണേ. അപ്പോൾ ജസ്റ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് വെക്കാം, അപ്പോൾ കേടാകത്തില്ല. ഫ്രിഡ്ജിൽ ഒന്നും വെക്കാതെ ഇതുപോലെ ചട്ടിയിൽ തന്നെ വെക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. രാവിലെ ആകുമ്പം കുറച്ചും കൂടെ ഒന്ന് വറ്റി നല്ല അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാക്കാം. നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഓക്കെ, അപ്പോൾ അതേ മീൻകറി നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം. അപ്പോൾ ഇന്നത്തെ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ബാക്കി നമുക്ക് നാളെ രാവിലെ നോക്കാം. ഇപ്പോൾ രാത്രിയിൽ വെള്ളം ഒഴിച്ചു വെച്ച പഴങ്കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമാണ്. തുറക്കുമ്പോൾ തന്നെ ആ ഉള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ നല്ല, പിന്നെ ചോറിങ്ങനെ ഫെർമെൻ്റ് ആയ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി ഇതിനുള്ള കറികളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു സിമ്പിൾ മോരുകറിയാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ചിലർ പഴങ്കഞ്ഞിയിൽ തൈര് ഒഴിച്ച് വെക്കും തലേദിവസം തന്നെ. ഞാനിപ്പോൾ മീൻകറി കൂട്ടി കഴിക്കുന്നത് കൊണ്ട് ആണ് തൈര് ഒഴിവാക്കിയ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മോര് ആയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാച്ചിയ മോരായിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ബൗളിലോട്ട് 1 കവറ് തൈര് ഒഴിച്ചിട്ടുണ്ട്. അതൊരു വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക, കട്ടയൊന്നുമില്ലാതെ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വെള്ളം ഒഴിക്കാം കേട്ടോ. എത്രത്തോളം ലൂസാവണോ അതിനനുസരിച്ച് വെള്ളം യൂസ് ചെയ്താൽ മതി. ഇനി ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പം കുറച്ച് കടുക്, ജസ്റ്റ് ഒരു ടീസ്പൂണോളം കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി കനം കുറച്ച് അരിഞ്ഞത്, 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1-2 വറ്റൽമുളക്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം.
എല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ മഞ്ഞൾപ്പൊടിയും തൈരും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ചൂടായി കിടക്കുന്ന എണ്ണ ആയതുകൊണ്ട് അതിൽ തന്നെ മഞ്ഞൾപ്പൊടിയുടെ ചുവയൊക്കെ മാറിക്കിട്ടും. ജസ്റ്റ് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മോര് റെഡിയാക്കി വെച്ചില്ലേ, വെള്ളം ഒഴിച്ച് റെഡിയാക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്, അല്ലെങ്കിൽ ചിലപ്പം തൈര് പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വീണ്ടും സ്റ്റൗ ഓൺ ചെയ്ത് ഏറ്റവും ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനകത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടായാൽ മതി. തിളയ്ക്കാൻ പാടില്ല, നന്നായിട്ട് ആവി വന്ന് നല്ലതായിട്ടൊന്ന് ചൂടാവണം. അപ്പോഴേക്കും മോര് റെഡിയാവും. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാച്ചിയ മോരുകറിയാണ്. പിന്നെ ഇതിനകത്ത് ചിലപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി, ഈ ഉള്ളിയൊക്കെ വഴറ്റില്ലേ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാറുണ്ട്. അതുപോലെ ഈ മഞ്ഞൾപ്പൊടിയുടെ കൂടെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കാറുണ്ട്. അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്താൽ മതി. അപ്പോൾ മോരുകറി റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തു നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ കുറച്ച് കപ്പ പുഴുക്കുണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഒത്തിരി ഒന്നും ആരും കഴിക്കത്തില്ല. പിന്നെ ആ പഴങ്കഞ്ഞിയുടെ കൂടെ മീൻകറിയും കുറച്ച് കപ്പയും കൂടി കൂട്ടി കഴിക്കുന്നതാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്നതാണ്. വളരെ കുറച്ച് മാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നല്ല പോലെ കഴുകിയിട്ട് ഒരു പാത്രത്തിൽ ഞാനൊരു മൺചട്ടിയിലായിട്ടിരിക്കുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കപ്പ നന്നായിട്ട് വെന്ത് വരണം. ഇനി ഇതിനകത്തുള്ള അരപ്പൊക്കെ നമ്മൾ സാധാരണ കപ്പ് പുഴുക്കിൻ്റെ അരപ്പ് തന്നെയാണ്. ഒരു 2-3 പിടി തേങ്ങ, ഒരു ചെറിയ വെളുത്തുള്ളി, 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം. മഞ്ഞൾപ്പൊടിയും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി കപ്പയൊക്കെ വെന്ത് വരുന്ന സമയത്ത് ഞാൻ കുറച്ച് ഉണക്കമീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കേട്ടോ. ഇച്ചിരി സമയം ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വൃത്തിയാക്കാൻ നല്ല എളുപ്പമായിരിക്കും. പുറമേ ഉള്ള ഒരു എന്താ പറയുക ചുണ്ണാമ്പ് പോലെ ഉണ്ടാവത്തില്ലേ, അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഒന്ന് ഇട്ട് വെച്ചാൽ മതി. ഇതാ കപ്പ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം ഊറ്റി എടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പും പിന്നെ പാകത്തിന് ഉള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ചെറിയ തീയിൽ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് ആവി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കപ്പയുടെ കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കേണ്ടത്. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ ആവി വരും. ചെറിയ തീയിൽ വെക്കണം, അടിയിലൊന്നും പിടിക്കരുത്. എന്നിട്ട് ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ലപോലെ ഉടച്ചെടുക്കാം. കപ്പപ്പുഴുക്കൊക്കെ പലരും പല രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത്. എന്ത് കടുക് താളിച്ചൊന്നും ചേർക്കാറില്ല. അപ്പോൾ അത് റെഡിയായി. അടുത്തത് ഞാൻ കുറച്ച് വറ്റൽ മുളക് ചതച്ചതൊരു നമ്മൾ ഈ കപ്പയ്ക്കൊക്കെ കഴിക്കുന്ന ഒരു ചട്നി ഇല്ലേ, അതും കൂടി റെഡിയാക്കുന്നുണ്ട്. അത് ഈ പഴങ്കഞ്ഞിയുടെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പാൻ വെച്ചിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് മതി. എണ്ണ ചൂടാകുമ്പോൾ ഒരു 6-7 വറ്റൽമുളക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട് ചെറിയ തീയിലിട്ട് ചെയ്താൽ മതി. ഒന്ന് മൂത്ത് വരണം. വറ്റൽമുളക് മൂത്ത് ചെറുതായിട്ടൊന്ന് ഉണ്ടാവും, നിറമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി എണ്ണയിൽ തന്നെ ഒരു 10-12 ചെറിയ ഉള്ളിയും 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഒരു പച്ച ചുവയെന്ന് മാറി ചെറുതായിട്ടൊന്ന് ചെറിയൊരു ബ്രൗൺ കളർ വരണം. ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം വാളംപുളിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പുളിയുടെ അളവൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ, കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇപ്പം ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നിറമൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടി ചതച്ചെടുക്കണം. അപ്പം ഞാനിന്നിപ്പം ഒരു മിക്സി ജാറിലിട്ടിട്ട് പെട്ടെന്ന് ഒന്ന് പൾസ് ചെയ്തെടുക്കാൻ പോവാണ്. പക്ഷെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മുടെ ഇടികല്ലിൽ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചിട്ട് ഈ വറ്റൽമുളകും ഉള്ളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പുളിയെല്ലാം കൂടി ഒരല്പം കല്ലുപ്പിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നതാണ്. അതാണ് ഏറ്റവും ടേസ്റ്റ്. പക്ഷേ ഞാനിപ്പം എളുപ്പത്തിന് പെട്ടെന്ന് ഇതിനകത്ത് അങ്ങ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്തോട്ട് ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. എന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ മതി.
വറ്റൽമുളക് ചതച്ചത് റെഡിയായി. ഞാനൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടി ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒത്തിരിയൊന്നും വേണ്ട, ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ. ആ പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒഴിക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് കിട്ടുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റിയാണിത്. കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയൊക്കെ കഴിക്കാനും നല്ലതാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ഉണക്കമീനും കൂടി ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ ആദ്യം നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അല്പം നേരം ഒന്ന് വെള്ളത്തിലിട്ട് കഴിയുമ്പം വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒരു 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് ക്ലീൻ ചെയ്ത് എടുക്കാൻ പറ്റും. ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് നല്ലപോലെ കഴുകിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമീൻ ഫ്രൈ ചെയ്യാനൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത ഏതെങ്കിലും കുറച്ച് പഴയ ഒരു പാനൊക്കെ എടുക്കുന്ന കേട്ടോ നല്ലത്. ഉണക്കമീൻ്റെ സ്മെല്ലുണ്ടാവും നല്ലപോലെ. അപ്പോൾ അത് 1-2 പ്രാവശ്യം ഒന്നും കഴുകിയാലും ചിലപ്പം നേരെ പോകത്തില്ല. പിന്നെ നമ്മൾ വേറെ ഏതെങ്കിലുമൊക്കെ വെക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് അതിനകത്ത് വരും. അപ്പം ഞാനതൊരു പഴയ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മസാലയും ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഉപ്പ് പിന്നെ ഉണക്കമീനിൽ ഉണ്ടാവും. കുറച്ച് കറിവേപ്പില മാത്രം ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. കറിവേപ്പില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് പഴങ്കഞ്ഞി കഴിക്കാനുള്ള സമയമായി. പ്ലേറ്റിലോട്ട് ആവശ്യത്തിന് എടുക്കാം. പഴങ്കഞ്ഞി ഒന്നും സാധാരണ പണ്ട് ആൾക്കാർ കഴിച്ചിരുന്നത് ഇതുപോലെ രാവിലെ എഴുന്നേറ്റ് കറികൾ ഉണ്ടാക്കിയൊന്നും അല്ല കേട്ടോ. തലേദിവസത്തെ കറികൾ കൂട്ടി കഴിക്കുന്നതാണ്. ബാക്കി വന്ന ചോറും ബാക്കി വന്ന കറികളും ഒക്കെയാണ് പഴങ്കഞ്ഞിയായിട്ട് രാവിലെ കഴിക്കുന്നത്. ഇപ്പം അങ്ങനെ ആരും സ്ഥിരമായിട്ട് രാവിലെ പഴങ്കഞ്ഞി കഴിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ വല്ലപ്പോഴും ഒക്കെ വളരെ റെയറായിട്ട് വീട്ടിലുണ്ടാക്കുമ്പം രാവിലെ എഴുന്നേറ്റ് അതിനായിട്ട് സെപ്പറേറ്റ് കറികളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അതേ പഴങ്കഞ്ഞി റെഡി. കുറച്ച് കാച്ചിയ മോരും കൂടി ഒഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാവും. നമ്മൾ ഏത് ബ്രേക്ക്ഫാസ്റ്റ് വേറെ കഴിച്ചാലും ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ. അത്രയും ഒരു സംതൃപ്തി തോന്നത്തില്ല. അത്രയ്ക്ക് എന്താ പറയുക, പകരം വെക്കാനില്ലാത്തൊരു ടേസ്റ്റാണ് പഴങ്കഞ്ഞിക്ക്. അപ്പം ഞാൻ ഒരുപാട് വർഷമായിരുന്നു പഴങ്കഞ്ഞി കഴിച്ചിട്ട്. അപ്പം ഇതിൻ്റെ ഒരു റെസിപ്പി ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്നറിയാം. എന്നാലും ജസ്റ്റ് നിങ്ങളും ഇതുപോലെ കുറേ നാളുകളായിട്ട് കഴിക്കാതിരിക്കുന്നവരാണെങ്കിൽ ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെ തന്നെ നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.